ഇന്നൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവൻ ഇല്ലാത്തവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുവരെ ലൈഫിൽ കേക്ക് ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കമൻ്റ് ഇടണേ. എന്നാൽ നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇതിൽ ഞാൻ കുറച്ച് ആൽമണ്ട്, റൈസിൻസ് ബ്ലാക്ക് ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂസ്, പിന്നെ നമ്മൾ ഡേറ്റ്സ് ആണ് കുറച്ച് കൂടുതൽ വേണ്ടത്. ഈ എല്ലാ നട്ട്സും വേണമെന്നൊന്നുമില്ല, ഡേറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ 2 ചെറുതായാലും മതി. ഇനി 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ വാനില എസൻസ്, 1 എഗ്ഗ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത്രയും എടുത്തു വെക്കണം. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രെയിനർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടെ തന്നെ 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർക്കണം. ഒന്നെങ്കിൽ പട്ട പൊടിച്ചത് അല്ലെങ്കിൽ നമ്മളെ ജാതിക്ക പൊടിച്ചത്, അതിൻ്റെ പൗഡർ 1/4 ടീസ്പൂണ്. അത് ചേർക്കുന്നത് ഈ എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ കേക്കിന്, അതില്ലാണ്ട് നിൽക്കാനാണ്. അതില്ലെങ്കിൽ, ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൗഡറും ചേർക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ നട്ട്സും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നട്ട്സ് എല്ലാം കൂടി കേക്കിൻ്റെ അടിയിൽ പോയി ഇരിക്കാതെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ആയി കിട്ടും. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഷുഗർ ആഡ് ചെയ്യുക. അതൊന്ന് പൊടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച എഗ്ഗും കൂടെ 2 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. അതും ഒന്നുകൂടി നന്നായി അടിച്ചതിന് ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കുക. അതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച ക്യാരറ്റും നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സിംഗ് ബൗള്, സ്പൂണ്, മിക്സി ഇതിലൊന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാനേ പാടില്ല. എഗ്ഗ് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇവിടെ ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ നന്നായിട്ട് എണ്ണ തടവി അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കും. കേക്ക് ടിൻ ഇല്ലാത്തവർക്ക് സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാം, ഓവനിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ. ഇങ്ങനെ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ഒരു 10 മിനിറ്റോളം ചൂടാക്കിയതിന് ശേഷം ഒരു റിങ് അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ കേക്കിൻ്റെ ടിന്ന് വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 40 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് വെച്ചിട്ടുള്ളത്. ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് വെച്ചാൽ മതി. ഏകദേശം ടൈമായി വരുമ്പോൾ നമുക്ക് കേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയറോ ഇർക്കിലോ എന്തെങ്കിലും കൊണ്ടിങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ കേക്ക് വന്നെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നല്ല സ്മെല്ലും വരാൻ തുടങ്ങും. അങ്ങനെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.